24 വയസ്സിന്റെ വളർച്ചയും 5 വയസ്സിന്റെ ബുദ്ധിയും മാത്രമുള്ള കുട്ടിമണിയെ പഠിപ്പിക്കാൻ സീത ശ്രമിക്കുന്നു. ഇത് തനിക്കെതിരെയുള്ള സീതയുടെ നീക്കമാണെന്ന് മനസ്സിലാക്കുന്ന മതികലയുടെ മനസ്സിൽ വിദ്വേഷം ആളിക്കത്തുന്നു. നാടകത്തിന്റെ ഉദ്ദേശം എന്തായിരുന്നു? നാടകോ? നിങ്ങൾ എന്റെ ക്ഷമ പരീക്ഷിക്കുവാണല്ലേ? കുട്ടിമണിയെയും കൂട്ടി വിജനമായ പാറക്കെട്ടിലെത്തുന്ന മനസ്സിജനും മതികലയും കുട്ടിമണിയെ അവിടെ ഒറ്റയ്ക്ക് വിട്ടിട്ട് വയലോരം വീട്ടിൽ തിരിച്ചെത്തുന്നു. കലേ, കുട്ടിമണി എവിടെന്നാ? കുട്ടിമണിയെ കാണാതെ പോയത്. ഇവിടെ ആരുടെ കണ്ണും കാതും അടഞ്ഞാലും സീതയ്ക്ക് മതികലയിൽ ഉണ്ടാകുന്ന സംശയം തെളിയിക്കാൻ കഴിയുന്നില്ല. വരാന്തയിൽ നിന്റെ വകയൊരു പ്രകടനം, ഇവിടെ വേറൊരു പ്രകടനം. വീട്ടിൽ തിരിച്ചെത്തുന്ന കുട്ടിമണി അച്ഛനാണ് തന്നെ തിരികെ കൊണ്ടുവിട്ടതെന്ന് പറയുന്നു. എന്റെ പൊന്നും മോളെ, മോൾ എങ്ങനെ ഇവിടെ വരെ ഒറ്റയ്ക്ക് വന്നത്? അയ്യോ, ഇനി ഞാൻ ഒറ്റയ്ക്കല്ലല്ലോ വന്നേ. പിന്നെ അച്ഛാ എന്നെ കൊണ്ടുവിട്ടേ. അച്യുതക്കുറുപ്പിന്റെ ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന വയലോരം വീട്ടിലേക്ക് ബാങ്കിൽ നിന്നും ജപ്തി നോട്ടീസ് എത്തുന്നു. അതോടെ വയലോരം വീടിന് മുകളിൽ മൂടിക്കിടന്ന കാർമേഘങ്ങൾ മറനീക്കി പുറത്തു വരുന്നു. നിന്നെ കോളേജിൽ വിട്ട് നല്ല ഉടുപ്പും കാസറയും പുസ്തകവും മേടിച്ചു തന്നു. അത് ശരി, എന്നെ കനപ്പിച്ച കണക്കാണല്ലേ എല്ലാരും കൂടി പറയുന്നത്. ശാരദയുടെ കണ്ണിൽ നിന്നും തോരാത്ത കണ്ണീർ മഴയും. തുടർന്ന് കാണുക. അവള് വരുവാന്ന് തന്നെയല്ലേ പറഞ്ഞത്? പിന്നല്ലാതെ ഞാനല്ലേ വരാൻ പറഞ്ഞത്. ക്ലബിൽ പോകാനിറങ്ങി ഞാൻ അതല്ലേ ഇവിടെ നിൽക്കുന്നേ. എന്നാലും എന്തൊരു നാണം കെട്ട ഇടപാടാണെന്ന് നോക്കി. ജപ്തി എന്നൊക്കെ പറഞ്ഞ എന്റെ ജലജയെ ബാങ്കുകാരങ്ങനെ പലതും പറയും, അതൊക്കെ വരട്ടല്ലേ. അല്ല, നിങ്ങളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ഇതൊക്കെ ഒരു തേച്ചുകുളി. പണ്ടൊരുപാട് ജപ്തി നോട്ടീസ് കിട്ടിയിട്ടുള്ളതല്ലേ. എന്നതാ രവി ഈ കേക്കുന്നേ? ജപ്തിയോ? ഭഗവാനെ, ഞങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ഇതറിഞ്ഞ? ബന്ധുക്കളുടെ കാര്യം പോട്ടെ, ക്ലബിലെ മേസിയോ സുമംഗലയോ രാരിയോ എങ്ങാനും ഇതറിഞ്ഞ ഞാൻ പിന്നെ എന്നാ ചെയ്യും? എങ്ങനെ അവരുടെ മുഖത്ത് നോക്കും? നീ അവരുടെ മുഖത്ത് നോക്കണ്ട, ഒരു മുഖം മൂടി മേടിച്ചു വെച്ച് നടക്ക്. എല്ലാം കൊണ്ട് അതാ നല്ലത്. ദേ മനുഷ്യ, നിങ്ങൾ എന്റെ വായിലിരിക്കുന്നത് കേൾക്കും, പറഞ്ഞേക്കാം. എന്തായാലും മനുഷ്യനാണെന്ന് അംഗീകരിച്ചല്ലോ, അത്രയും സന്തോഷം. എന്റെ അമ്മേ, എന്റെ അച്ഛ, പ്ലീസ്, നിങ്ങളുടെ ഈ വഴക്ക് കാണാനല്ല ഞാൻ വന്നത്. എന്താ രവി സംഭവം? അച്ഛാ, അത് കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് 5-8 കൊല്ലം മുമ്പ് അച്ഛനൊരു കാർഷിക വായ്പ എടുത്തിട്ടുണ്ടായിരുന്നു. കുറച്ചൊക്കെ കാശ് തിരിച്ചടച്ചതാ. ഈയിടെ ആ ലോൺ ക്ലോസ് ചെയ്യാനായിട്ട് കാശ് റെഡിയാക്കിയതുവാ. അപ്പോഴേക്കുവാ എന്റെയും ബാലേട്ടന്റെയും കല്യാണം വന്നത്. കാശ് അതിനെടുത്ത് മറിച്ചു. അത് പോട്ടെ, എത്ര രൂപ വരും ബാങ്കിലെടുക്കാനായിട്ട്? ഏതാണ്ട് 3.5 ലക്ഷം. ചിലപ്പോ ഇത്തിരി കൂടി കൂടിയെന്ന് വരും. അതിന്റെ പലിശയൊക്കെ ഉണ്ടല്ലോ. അടച്ചു തീർത്തില്ലെങ്കിൽ അവരുടെ റവന്യൂ റിക്കവറിയിലേക്ക് പോവല്ലേ? ജപ്തി നടപടികൾ സ്വീകരിക്കുമെന്ന് ബാങ്ക് നോട്ടീസിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. അതെന്തായാലും നന്നായി. ചെണ്ടമേളം കാണണമെങ്കിൽ ഇനി രവിയുടെ വീട്ടുപടിക്ക് വന്നാ മതിയല്ലോ. ഞങ്ങളുടെയൊക്കെ തറവാട്ടിലെ ഉത്സവത്തിന് മട്ടന്നൂരിനെ പോലുള്ള പ്രശസ്തരുടെ വകയാ ചെണ്ടമേളം. രവിയുടെ വീട്ടിൽ സർക്കാർ വകയാ ഡും ഡും ഡും. എന്റെ പൊന്നു ജലജ, നീ നിന്റെ മുടിഞ്ഞ നാവും നടക്ക്. ഞാൻ പറയും, എനിക്ക് ദണ്ണമുണ്ട്. വീടിനൊരു ബാധ്യതയും ജപ്തിയുള്ളത് മറച്ചു വെച്ചല്ലേ രവി നമ്മുടെ കൊച്ചിന്റെ കൈ പിടിച്ചത്. ഒരു രീതിയിൽ പറഞ്ഞാൽ ചതിയല്ലേ അത്? ജലജ, സംഗതി ശരിയാ, പക്ഷേ രവി ഇതൊന്നും അറിഞ്ഞു കാണത്തില്ലല്ലോ. സത്യമായിട്ട് എനിക്കിതൊന്നും അറിയത്തില്ലായിരുന്നമ്മേ. അച്ഛന്റെ ഇടപാടായിരുന്നു ഇതെല്ലാം. കുറിപ്പിന്റെ ഇടപാട് തീർന്നില്ലേ? ഇനിയിപ്പൊ കുഴിന്ന് വലിച്ചു ബാക്കി ചോദിക്കാൻ പറ്റുമോ? രവി വന്നത് വന്നു. ഇനി നാട്ടുകാർക്ക് ചിരിക്കാൻ വക കൊടുക്കാതെ കാര്യങ്ങൾ തീർക്കാ വേണ്ടത്. ലോൺ നമുക്ക് അടച്ചു തീർത്താലോ ജലജ? എന്നാത്തിനാ? ഒരു ദാനധർമ്മിഷ്ഠ നിൽക്കുന്നു. എന്നാ പിന്നെ നിങ്ങളൊരു കാര്യം ചെയ്യേ, മുഖ്യമന്ത്രിയെ പോലെ ഒരു ജനസമ്പർക്ക പരിപാടി അങ്ങ് നടത്ത്. എന്നിട്ട് ലോൺ കുടിശ്ശിക ഉള്ളവരുടെ എല്ലാം അടച്ചു തീർക്കാം. വായ്പ തീർക്കൽ വാരം. എന്താ? നാട്ടുകാരുടെ കാര്യം പോലെയാണോ അമ്മ ഇത്? എന്നല്ല ഞാൻ പറഞ്ഞത്. വയലോരത്ത് നിന്ന് ഞാൻ സ്വന്തമായി കാണുന്നത് രവിയെ മാത്രമാ.
രവിക്കൊരു പ്രശ്നവും വരാതെ ഞങ്ങൾ നോക്കും. എന്നുവെച്ച് രവിയുടെ ചേട്ടനും ചേട്ടത്തിക്കും അമ്മയ്ക്കും അപ്പച്ചിക്കും പട്ടിക്കും പൂച്ചയ്ക്കും കോഴിക്കും ഒക്കെ സുഖമായിട്ട് ഉറങ്ങാൻ കിടപ്പാടം ഉണ്ടാക്കി കൊടുക്കേണ്ട ബാധ്യതയൊന്നും മാണിക്യമംഗലത്തുകാർക്കില്ല. ഇല്ലേ ഇല്ല. രവിയുടെ ചേട്ടന്റെ കയ്യിൽ കാണുമല്ലോ 3.5 ലക്ഷം രൂപ. ആളങ്ങനെ പമ്മിപ്പടച്ചിരിക്കുന്നെങ്കിലും വേന്ദ്രനാ. രഹസ്യ ബാങ്ക് അക്കൗണ്ടിലൊക്കെ കാണും ലക്ഷങ്ങള്. പിന്നെ നാട്ടുംപുറത്ത് പലചരക്ക് കട നടത്തുന്ന ആള് സ്വിസ് ബാങ്കിലല്ലേ നിക്ഷേപിക്കുന്നത്? ഒന്ന് പോ ജലജ നീ. അപ്പൊ പിന്നെ ഒരു മാർഗ്ഗേ ഉള്ളൂ ഞാൻ നോക്കിയിട്ട്. ജപ്തി നടന്ന രവിയും കലമോളും ഇങ്ങോട്ട് പോര്. അല്ല, ഇത് നിങ്ങളുടെ വീടല്ലേ? ബാലൻ അവർക്ക് താമസിക്കാൻ വേറൊരു വീട് കണ്ടുപിടിക്കട്ടെ. കുട്ടിമണിയെ താമസിപ്പിക്കാൻ മനസ്സുജനും വീട് കണ്ടുപിടിക്കട്ടെ. എന്താ? അല്ല, അത് പിന്നെ നമ്മുടെ മോടെ ഭർത്താവിന്റെ വീട് ജപ്തി ചെയ്തു എന്ന് കേൾക്കുന്നത് നാണക്കേടാ. ഞാൻ പറഞ്ഞില്ലേ, ക്ലബിൽ അറിഞ്ഞാൽ. ഓ, അവളുടെ ഒരു മുടിഞ്ഞ ക്ലബ്ബ് എന്ന് വെച്ചാൽ അത് ഇന്ത്യൻ പാർലമെന്റ് അല്ലേ? ആ, രവി വിഷമിക്കട്ടെ. ഞാനൊന്ന് ആലോചിക്കട്ടെ എന്ത് ചെയ്യാൻ പറ്റുമോ. ഇങ്ങനെ പുറത്ത് നിൽക്കണ്ട, വാ. അമ്മേ, അച്ഛൻ കുഴപ്പിക്കൂ? ഒന്നും സംഭവിക്കില്ല. ബാലേട്ടാ, ആ, ഇങ്ങനെ ആദ്യ കയറിയിട്ട് വല്ല കാര്യമുണ്ടോ? ദൈവം സഹായിക്കും. അതിന് ദൈവം അല്ലല്ലോ കോഓപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തത്. വയലോരം വീട്ടിലെ അച്യുതക്കുറുപ്പല്ലേ? അപ്പോ ലോൺ തിരിച്ചടയ്ക്കേണ്ട ബാധ്യത അച്യുതക്കുറുപ്പിന്റെ മക്കൾക്കാ. ദൈവം എന്തെങ്കിലും വഴി കാണിച്ചു തരുമെന്നാ ഞാൻ ഉദ്ദേശിച്ചത്. എന്തു വഴി? രൂപ 1-2 ആണോ? 3-3.5 ലക്ഷമാ. കേട്ടിട്ട് തന്നെ പേടിയാവുന്നു. മുമ്പോട്ട് പോകുന്തോറും പലിശ, പിഴപ്പലിശ എന്നൊക്കെ പറഞ്ഞ് തുക കൂടിക്കൊണ്ടിരിക്കും. ജപ്തി എങ്ങാനും വരിക എന്ന് വെച്ചാ. അങ്ങനെയൊന്നും വരത്തില്ല ബാലേട്ടാ. ഒന്നുമല്ലെങ്കിലും ബാലേട്ടൻ ഒറ്റയ്ക്കല്ലല്ലോ, രവിയും കൂട്ടിനില്ലേ? ആ, രവിയും കലമോളും മാണിക്യമംഗലത്തല്ലായിരുന്നാ പോയത്? ആണെന്ന് തോന്നുന്നു. വന്നിട്ട് വല്ലതും പറഞ്ഞോ? കലമോളുടെ വീട്ടുകാര് ഇക്കാര്യത്തിൽ രവിയെ സഹായിക്കുമെന്നോ മറ്റോ? എനിക്ക് ചെന്ന് ചോദിക്കാൻ പറ്റൂ ബാലേട്ടാ, രവിയുടെ ഭാര്യ വീട്ടുകാർ സഹായിക്കുമെന്ന്? ബാലേട്ടന്റെ ഭാര്യ വീട്ടുകാർ എന്ത് ചെയ്യുമെന്ന് രവി എന്നോട് തിരിച്ചു ചോദിച്ചാൽ തീർന്നില്ലേ? താൻ അത്രയ്ക്കൊന്നും വളച്ചൊടിച്ച് സംസാരിക്കണ്ട. കാട് കയറുകയും വേണ്ട. രവി അമ്മയോട് എന്തെങ്കിലും പറയുന്നത് കേട്ടോ എന്നാ ഞാൻ ചോദിച്ചത്. ഞാനൊന്നും കേട്ടില്ല. എങ്കിൽ അത് പറഞ്ഞാ മതി. ഇവിടെ മനുഷ്യൻ തലയ്ക്ക് തീ പിടിച്ച് നിൽക്കുക. അതിൻ്റെ ഇടയിലാ മരുമക്കളുടെ മത്സരം. എന്തിനാ ബാലേട്ട എഴുതാപ്പുറം വായിക്കുന്നേ? എനിക്ക് ആരോടും മത്സരമൊന്നുമില്ല. ബാലേട്ടനെ ഈ അവസ്ഥയിൽ സഹായിക്കാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള സങ്കടമേ എനിക്കുള്ളൂ. ആരോടെങ്കിലും പലിശയ്ക്ക് കുറച്ച് കാശ് കടമെടുത്താലോ? ഒരു സഹദേവനുണ്ട്, മീറ്റർ സഹദേവൻ എന്ന മുഴുവൻ പേര്. കഴുത്തർപ്പം ബ്ലേഡാ. 1000 രൂപയ്ക്ക് 200 രൂപ മാസപ്പലിശ. അയ്യോ, അതൊന്നും വേണ്ട ബാലേട്ട. അതൊക്കെ വലിയ ഊരാക്കുടുക്കാകും. നമ്മളെ കൊണ്ട് പറ്റില്ല വലിയ തുകയൊക്കെ പലിശ കൊടുത്ത് മുമ്പോട്ട് പോവാൻ. അല്ലാതെ നമ്മൾ എന്ത് ചെയ്യോടൂ? മക്കൾക്ക് വേണ്ടിയാ അച്ഛൻ ഈ കടം വരുത്തി വെച്ചത്. ഇപ്പൊ ഇത് വെറും ഒരു കടം വീട്ടിൽ മാത്രമല്ല, അച്ഛൻ ഉറങ്ങിക്കിടക്കുന്ന മണ്ണായത്. ഈ മണ്ണ് ബാങ്കുകാര് ലേലം ചെയ്ത് വിൽക്കാതെ നോക്കേണ്ട ബാധ്യത മക്കൾക്കുണ്ട്. ഞാനൊരു കാര്യം പറയട്ടെ ബാലേട്ട. ആ, മാലയും വളയും കമ്മലും ഒക്കെ ആയിട്ട് ഒരു 10 പവന്റെ സ്വർണം എനിക്കില്ലേ? അതങ്ങ് വിൽക്കാം. സ്വർണം പിന്നെയും വാങ്ങാലോ. നോക്കട്ടെ വേറെ എന്തെങ്കിലും ഒരു വഴിയുണ്ടോന്ന്. അവിടെ വീട്ടിലെ ആധാരം എന്റെ കല്യാണത്തിന് വേണ്ടി ഇതുപോലെ സഹകരണ ബാങ്കിൽ പണയം വെച്ചിരിക്കുക. അതൊന്നെടുത്ത് പുതുക്കി വെച്ചാൽ ചിലപ്പോ എന്തെങ്കിലും കാശ് കൂടുതൽ കിട്ടുമായിരിക്കും. അമ്മാവനോട് ഞാനും ചോദിക്കട്ടെ. ഏയ് വേണ്ട വേണ്ട, നമ്മുടെ ഇല്ലായ്മ അവരെ ഒന്നും അറിയിക്കണ്ട. വെറുതെ നമ്മുടെ സ്വസ്ഥതയില്ലായ്മയിലേക്ക് അവരെ കൂടി വലിച്ചിടാൻ. അന്യരൊന്നും അല്ലല്ലോ ബാലേട്ടാ. അതുകൊണ്ട് കൂടിയാ പറഞ്ഞത്. ഈ പണത്തിനൊരു കുഴപ്പമുണ്ടെന്ന് താൻ കേട്ടിട്ടില്ലേ? എത്ര വലിയ ബന്ധങ്ങളെയും അത് തകർത്തുകളയും. ബാലേട്ടൻ ഇങ്ങനെ വേവ് കൊണ്ട് നടക്കുമ്പോ എനിക്ക് എങ്ങനെ സ്വസ്ഥത കിട്ടും? താൻ വെറുതെ ടെൻഷനാവണ്ട. എനിക്ക് ആദ്യം ഇല്ലാന്നല്ല, ഉണ്ട്, നന്നായി തന്നെ ഉണ്ട്. എന്നുവെച്ച് പ്രശ്നങ്ങളെ ഭയന്ന് ഓടാൻ പറ്റൂ? നേരിടണം, അത്ര തന്നെ. കിടക്കാം ബാലേട്ടാ. ചുമ്മാ
കിടക്കാന്നേ ഉള്ളൂ. ഉറക്കമൊന്നും വരത്തില്ല. അല്ലെങ്കിലും മനുഷ്യന് സ്വസ്ഥതയില്ലാത്തപ്പം ഉറക്കവും മാറി നിൽക്കും. ഇതുപോലെ എത്രമാത്രം പ്രശ്നങ്ങളാവും അച്ഛൻ ഒറ്റയ്ക്ക് നേരിട്ടിട്ടുള്ളത്. ഒന്നും ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല, ഞങ്ങളെ അറിയിച്ചിരുന്നില്ല. ബാങ്കിൽ നിന്ന് നോട്ടീസ് വന്നെന്നും പറഞ്ഞ് ഇവിടെ എല്ലാവരും എൻ്റെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണമെന്ന് മട്ടിൽ. എല്ലാം എൻ്റെ തല കൂടി ആണല്ലോ ഓടുന്നത്. അച്ഛനുണ്ടാക്കി വെച്ച ഓരോ മാരണങ്ങൾ. ചാവുന്നവർക്ക് സുഖമായിട്ടങ്ങ് ചത്താ മതി. ജീവിച്ചിരിക്കുന്നവർ വേണമല്ലോ ജീവിതകാലം മുഴുവൻ ഭാരം ചുമക്കാൻ. രവിയേട്ടൻ തന്നെത്താൻ വർത്താനം പറഞ്ഞിട്ട് എന്ത് കാര്യം? വാ ഇവിടെ ഇരിക്കെ. ഇനിയിപ്പോ എന്ത് ചെയ്യും രവിയേട്ടാ? ഏട്ടനല്ലേ മൂത്ത ആള്, ഏട്ടൻ ആലോചിക്കട്ടെ. ഒപ്പം നിന്ന് ഉത്തരം താങ്ങാനല്ലേ എനിക്ക് പറ്റൂ. അല്ലാതെ മേൽക്കൂര മുഴുവൻ ഒറ്റയ്ക്കെടുത്ത് തലയിൽ വെക്കാൻ പറ്റില്ലല്ലോ. തൽക്കാലം എന്റെ പൊന്നുമോൻ അത്രയും ഭാരിച്ച ജോലിയൊന്നും ചെയ്യണ്ട. പകരം 1 മിനിറ്റ് നേരത്തേക്കൊന്ന് കണ്ണടച്ചിരുന്നേ. എന്തിനാ മതി? കാര്യമുണ്ടെന്നേ. ആദ്യം കണ്ണടയ്ക്ക്. ഈ മതിയുടെ ഒരു കാര്യം. കണ്ണു തുറക്കരുത്. കണ്ണു തുറക്കാൻ പാടില്ല. ഇനി കണ്ണു തുറന്നേ രവിയേട്ടാ. എന്താ ഇത്? തുറന്നു നോക്ക്. മതി. ഇത് 5 ലക്ഷം രൂപ. രവിയേട്ടന്റെ ടെൻഷനെല്ലാം തീർന്നില്ലേ? മതി. ഇത് എവിടുന്നാ? അപ്പം തിന്നാ പോരെ, കുഴി എണ്ണണോ രവിയേട്ടാ? എന്നാലും ഒന്ന് പറയും മതി പ്ലീസ്. അറിയാനുള്ള ആഗ്രഹം കൊണ്ടല്ലേ. ഞാൻ അമ്മയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാ. നമ്മുടെ കൺസ്ട്രക്ഷൻ സൈറ്റിലെ പണിക്കാർക്ക് കൊടുക്കാനായി അമ്മ ഒരു 10 രൂപ എടുത്തു വെച്ചിരുന്നതാ. അതിൽ 5 രൂപ ഞാനിങ്ങ് എടുത്തോണ്ട് പോന്നു. എന്റെ ചെക്കൻ ഇവിടെ ടെൻഷൻ അടിച്ചിരിക്കുന്നത് എനിക്ക് സഹിക്കൂ? എന്റെ പൊന്നേ, ഇതിന് പകരമായിട്ട് രവിയേട്ടൻ എന്താ തരാ? കണ്ടിട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. എന്നാലും ഇത്രയും വലിയൊരു തുക. രവിയേട്ടൻ ആദ്യമായിട്ടാണോ 5 ലക്ഷം രൂപ ഒന്നിച്ചു കാണുന്നത്? സിനിമയിലൊക്കെ കണ്ടിട്ടുണ്ട്. ജീവിതത്തിൽ പരമാവധി 50,000 വരെ കണ്ടിട്ടുണ്ട്. ഇതിപ്പോ എന്റെ കയ്യിൽ 5 ലക്ഷം രൂപ ഇരിക്കാന്ന് വെച്ചാൽ വിശ്വസിക്കാൻ വയ്യ. മതി. വിശ്വസിക്കണം. രവിയേട്ടന്റെ ഭാര്യ ഒന്നുമില്ലാത്തൊരിടത്തുനിന്ന് വന്ന ആളൊന്നുമല്ല. നല്ല കാശുള്ള മാണിക്യമംഗലം തറവാട്ടിലെയാ. അപ്പോ എന്റെ ഭർത്താവ് 5-10 ലക്ഷം രൂപയ്ക്ക് ടെൻഷൻ അടിക്കാൻ പാടില്ല. മതി. മതിയോട് ഇതിനുള്ള നന്ദി. നന്ദി കുന്തം. രവിയേട്ടൻ കാശെടുത്ത് വെച്ചിട്ട് വന്ന് കിടക്കാൻ നോക്കും. എനിക്ക് ഉറക്കം വരുന്നു. ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ ഭാഗ്യവൻ ഞാനാ, സത്യം. എന്നാലും എനിക്കിതങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല. 5 ലക്ഷം രൂപ. രവിയേട്ടാ, ഞാൻ കിടക്കാൻ പോവാണേ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സീതേർത്തി. കൊള്ളാലോ, അടുക്കള ഭരണത്തിന് പുതിയ ആളെത്തിയോ? വലിയ സന്തോഷത്തിലാണല്ലോ. ദൈവം സഹായിച്ച് മതി വന്ന് കയറിയ പിന്നെ എനിക്ക് സന്തോഷമല്ലേ ഉള്ളൂ ഏട്ടത്തി. അല്ല, ഇതെന്താ രവി കാപ്പി എടുത്തത്? കല എവിടെ? എന്നും മതിയല്ലേ കാപ്പി എടുക്കണത്. ഇന്നൊരു ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വെച്ചു. ഒരു ചേഞ്ച് ആർക്കാ ഇഷ്ടമല്ലാത്തത് അല്ലേ ഏട്ടത്തി? ആ അതെ അതെ. ആ രവി. എന്താ ഏട്ടത്തി? അല്ല ഒന്നുമില്ല, ഒരു കാര്യം ചോദിക്കാനാ. എന്താ?
ചോദിച്ചോ ഏട്ടത്തി? ഞാൻ വെറുതെ ചോദിക്കുക കേട്ടോ. എന്റെ പൊന്നേട്ടത്തി, എന്നോട് എന്തിനാ ഈ ആമുഖ പ്രസംഗം? കാര്യം പറയേ. അല്ല, രവി എന്തിനാ ഇടയ്ക്കിടയ്ക്ക് ഓരോ ആഴ്ചയൊക്കെ എറണാകുളത്ത് പോയി നിൽക്കുന്നേ? രവിക്ക് എന്നും പോയി വന്നൂടെ? അതെന്താ ഏട്ടത്തി അങ്ങനെ പറഞ്ഞേ? അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാ. രവി പോയി കഴിഞ്ഞാ പിന്നെ കലമോൾ ഇവിടെ ഒറ്റയ്ക്കല്ലേ, അതാ. ആലോചിക്കുക ഏട്ടത്തി, എനിക്കും അവിടെ നിൽക്കുന്നത് ഇഷ്ടമുണ്ടായിട്ടല്ല. ശരി, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആകെ ഒരു വള്ളിച്ചെരിപ്പുണ്ടായിരുന്നതാ, അതിലൊരെണ്ണ പട്ടി കടിച്ചെടുത്തോണ്ട് പോയി. എന്നിട്ട് മറ്റേ ചെരുപ്പ് എന്തിയാ അപ്പച്ചിയമ്മേ? എന്തിനാ ഒറ്റക്കാലിട്ടോണ്ട് കിടക്കാനാ? ഞാൻ എടുത്തൊരു ഒറ്റ ഏറ് വെച്ചു കൊടുത്ത് ആ പന്ന പട്ടിയിട്ടോണ്ട് കിടക്കട്ടു. ഈ അപ്പച്ചിയമ്മയുടെ ഒരു കാര്യം. ഒരു ചായ ഇങ്ങെടുക്കും മോളെ. ആ പന്ന പട്ടിയുടെ പിറകെ ഓടി വല്ലാത്ത പരവേശം. ഗുഡ് മോർണിംഗ്. ദാ എൻ്റെ മതിക്ക് വേണ്ടി രവിയേട്ടൻ സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ സ്പെഷ്യൽ കോഫി. അച്ചോടാ, എന്തു പറ്റി? എൻ്റെ പൊന്ന് രാവിലെ പിണങ്ങിയിരിക്കുകയാണോ? എന്താ രവിയേട്ടൻ പറയാതെ ഇറങ്ങിപ്പോയതുകൊണ്ടാ? ദാ കാപ്പി വാങ്ങിക്കേ. കാപ്പിയൊക്കെ വാങ്ങാം. അതിനുമുമ്പ് ഒരു കാര്യം അറിയണം. എന്തായിരുന്നു രാവിലെ അടുക്കളയിൽ ഒരു കമ്മിറ്റി? കമ്മറ്റിയോ? എന്താ മതി? അല്ല, സീതേടത്തിയും നിങ്ങളും തമ്മിൽ എന്തായിരുന്നു ഒരു സംസാരം? മതി മതി അടുക്കളയിൽ വന്നായിരുന്നോ? ഓ, ഞാൻ വരത്തില്ലെന്നോർത്തായിരുന്നോ സംസാരം? അവിടെ വരാതെ ഇവിടെ കിടന്ന് കേൾക്കാൻ തക്ക ചെവിയൊന്നും എനിക്കില്ലല്ലോ. എന്താ മതി ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എഴുന്നേറ്റില്ലെന്ന് സീതയെടുത്ത് ചോദിച്ചു. ഇല്ലാന്ന് ഞാനും പറഞ്ഞു. അതുമാത്രം? ആ. എന്നിട്ട് ഞാനതല്ലല്ലോ കേട്ടത്. രാവിലെ മുഖത്ത് നോക്കി കള്ളം പറയലേ രവിയേട്ട. മതി. എന്തായിരുന്നു എറണാകുളം യാത്രയെപ്പറ്റി അവര് ചോദിച്ചത്? ഓ അതോ, സീതയെടുത്ത് പറയായിരുന്നു ഞാൻ എന്തിനാ ഇടയ്ക്കിടെ ഓരോ ആഴ്ച എറണാകുളത്ത് പോയി നിൽക്കണേന്ന്, ഇവിടെ നിന്നുകൂടെയെന്ന്. അതെന്താ, അവർക്ക് നിങ്ങളെ കാണാതിരിക്കാൻ പറ്റത്തില്ലേ? എന്താ അവർക്ക് നിങ്ങളോട് ഇത്ര പ്രിയം? ഞാൻ അറിയാത്ത എന്തെങ്കിലും ഇടപാടുണ്ടോ നിങ്ങൾ തമ്മിൽ? അയ്യോ മതി, ഇങ്ങനൊന്നും പറയല്ലേ. അവരെന്റെ ഏട്ടന്റെ ഭാര്യയല്ലേ, ഏട്ടത്തിയമ്മ. മതിയോടുള്ള ഇഷ്ടം കൊണ്ടാ സീതയെടുത്ത് അങ്ങനെ പറഞ്ഞത്. പിന്നെ മതിയോടുള്ള ഇഷ്ടം. എന്റെ രവിയേട്ടാ, നിങ്ങൾ ഇത്ര പാവമായി പോയല്ലോ. അവർക്ക് മുഴുത്ത അസൂയ, ജലസ്. അവരുടെ ഭർത്താവിനെ പോലെ നിങ്ങളും ഇവിടെ ഒരു പെട്ടിക്കടയായിട്ട് അട്ടിപ്പേറിരുന്നാലേ അവർക്ക് സന്തോഷമാവും. അങ്ങനെ വരുമോ? വരാതെ പിന്നെ. എന്റെ രവിയേട്ടൻ വെറും പാവാ. ആളുകളെ തിരിച്ചറിയാനുള്ള കഴിവ് രവിയേട്ടനില്ല. രവിയേട്ടൻ ഒന്ന് ആലോചിച്ച് നോക്ക്. ഇങ്ങനൊരു അഭിപ്രായം അവർക്ക് പറയേണ്ട കാര്യം എന്താ? പറഞ്ഞാ തന്നെ ഞാനല്ലേ പറയേണ്ടത്? ആ, അതും നേരെ. അതാ ഞാൻ പറഞ്ഞത്, അടിസ്ഥാന അസൂയ. എന്നിട്ട് രവിയേട്ടൻ എന്തു പറഞ്ഞു? ഞാനൊന്നും പറഞ്ഞില്ല. ഇതാണ് രവിയേട്ടന്റെ കുഴപ്പം. ചുട്ട മറുപടി കൊടുക്കേണ്ടടുത്ത് അത് കൊടുക്കത്തില്ല. ചുമ്മാതല്ല നിങ്ങളൊരു മണക്കൂസനാണെന്ന് നിങ്ങളുടെ വീട്ടുകാർ പറയുന്നത്. എന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും അതിനെന്റെ ഭാര്യ ഉണ്ടെന്നും അപ്പോഴേ അവരുടെ മുഖത്ത് നോക്കി പറയണ്ടേ? അതോടെ ഇത്തരം അനാവശ്യ ഇടപെടലുകളിൽ നിന്നങ്ങ് മാറിയേനെ. അവർക്ക് പോലും രവിയേട്ടനോടൊരു മതിപ്പ് തോന്നിയേനെ. അല്ല, അങ്ങനെ മുഖത്തടിച്ചു പോലെ പറയാന്ന് വെച്ചാ. വേണ്ട, നിങ്ങൾ പറയണ്ട. നിങ്ങൾ ഏട്ടത്തിയമ്മയുടെ പ്രീതിയും പിടിച്ചു പറ്റിക്കൊണ്ടിരുന്നോ? രവിയേട്ടന്റെ കാര്യത്തിലെ ഞാൻ അത്രയ്ക്ക് പൊസസീവാ. അതെന്താ രവിയേട്ടൻ മനസ്സിലാക്കാത്തത്? ഞാനത് മനസ്സിലാക്കുന്നുണ്ട് മതി. കുന്തം മനസ്സിലാക്കുന്നുണ്ട്. മതി, സത്യമായിട്ടും എനിക്കറിയാം മതിക്ക് എന്നോടുള്ള സ്നേഹം. പ്ലീസ് കാപ്പി കുടിക്കുക. കാപ്പി കുടിക്കാം, പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞ രവിയേട്ടൻ അനുസരിക്കുമോ? ഉറപ്പായിട്ടും അനുസരിക്കും. പറയാം. എങ്കില് ഇന്ന് സീതയിടത്തെ സ്ട്രിക്റ്റ് ആയിട്ടൊന്ന് വോൺ ചെയ്യണം. മേലിൽ രവിയേട്ടന്റെ കാര്യങ്ങളിൽ ഇടപെടരുതെന്നും പറഞ്ഞു. മതി. എന്താ പറ്റത്തില്ലേ നിങ്ങൾക്ക്? എങ്കിൽ വേണ്ട, നിങ്ങളെ കൈ കൊണ്ടുണ്ടാക്കിയ കാപ്പി എനിക്ക് വേണ്ട. അവരെ താക്കീത് ചെയ്യാന്ന് രവിയേട്ടൻ ഉറപ്പ് തന്നാ മാത്രം ഞാൻ ഈ കാപ്പി കുടിക്കാം. ഞാൻ ചെയ്യാം മതി. മതി പറയുന്നത് പോലെ ചെയ്യാം. എനിക്കെന്റെ മതി കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ ആരും. ഷുവർ?
കാപ്പി കുടിക്കും. എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് രവിയേട്ടനെ, അതാ. എനിക്കറിയാം. സൂപ്പർ കോഫി. ഇനി എന്നും എനിക്ക് രവിയേട്ടൻ ഇടുന്ന കോഫി മതി. എന്റെ പൊന്നിന് രവിയേട്ടൻ എന്നും കാപ്പിയിട്ട് തരാം. രവിയേട്ടന്റെ ഈ സ്നേഹം കാണുമ്പോഴാ എന്റെ കണ്ണ് നിറഞ്ഞു പോകുന്നത്. ആ കാശങ്ങ് കൊടുത്തേക്കാം. എല്ലാവരും ഒന്ന് ഞെട്ടിട്ട് രാവിലെ ഒരിക്കൽ കൂടി അറിയട്ടെ എന്റെ പെണ്ണിന്റെ മഹത്വം. ഞാനായിട്ട് മൊത്തം കൊടുക്കേണ്ട കാര്യമൊന്നുമില്ലല്ലോ. എൻ്റെ മാത്രം കല്യാണമൊന്നും അല്ലല്ലോ നടന്നത്. എൻ്റെ ഷെയർ കൊടുക്കാം, ബാക്കി ബാലേട്ടൻ ഉണ്ടാക്കട്ടെ. കുറച്ച് കാശ് തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 3 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം. അമ്മയ്ക്ക് ഇത് എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കണേ? എൻ്റെ കയ്യിലെന്താ നോട്ടടിക്കുന്ന മെഷീനുണ്ടോ? MLA കൊണ്ട് ഒന്ന് വിളിച്ചു പറയിച്ചാലോന്നാ ഞാൻ ആലോചിക്കുന്നത്. ലോൺ അടയ്ക്കാൻ 1 മാസം കൂടി അവധി നീട്ടി കിട്ടിയാലോ? അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണം എന്താ ബാലേട്ടാ? 1 മാസം എന്താ ഷൂന്നങ്ങ് പോവും. അത് കഴിഞ്ഞു അടയ്ക്കണ്ടേ? അല്ല, ശ്വാസം വിടാൻ സമയം കിട്ടൂലോന്ന് ഓർത്താ. എന്നാലും ഇടുത്തി പോലെ ആയി പോയില്ലേ? അമ്മേ, ഇതാ ലോൺ അടയ്ക്കാനുള്ള എൻ്റെ ഷെയർ. ഷെയറോ? അച്ഛൻ മക്കൾക്ക് വേണ്ടി കാശ് ചിലവാക്കിക്കൊണ്ടാ ലോൺ അടയ്ക്കാൻ പറ്റാതെ പോയതെന്നല്ലേ അമ്മ പറഞ്ഞത്. ഇതെന്റെ വിഹിതം. അച്ഛന് ഞാൻ മാത്രമല്ലല്ലോ മക്കളായിട്ടുണ്ടായിരുന്നത്, വേറെ 2 പേരില്ലേ? നീ കാശ് ബാലന്റെ കൊടുക്ക. ഇന്നാ ബാലേട്ട, ഇനി എന്താ വേണ്ടെന്ന് വെച്ചാ ബാലേട്ടൻ ആലോചിച്ച് ചെയ്യും. രവി, ഒരു കാര്യം ചോദിച്ചാ ഒന്നും തോന്നരുത്. ഇല്ല ബാലേട്ടൻ പറയേ. കുറച്ച് കാശ് തന്ന് എന്നെ ഒന്ന് സഹായിക്കാൻ പറ്റുമോ? ഒരു 3 മാസത്തിനുള്ളിൽ തിരിച്ചു തരാം. ബാലേട്ടൻ ഇത് എന്തറിഞ്ഞിട്ടായി പറയുന്നത്? എൻ്റെ കയ്യിൽ എവിടുന്ന കാശ്? ഇത്രയും ഒപ്പിച്ചതിന്റെ പാഠം എനിക്കറിയാം. സോറി ബാലേട്ട, 100 രൂപ തികച്ച് പേഴ്സിലില്ല, അതാ അവസ്ഥ. ഞാൻ ചോദിച്ചതേ ഉള്ളൂ. എന്നാ ശരി. രവി, എന്താമേ? അല്ല മോനെ, നീ വിചാരിച്ച എങ്ങനെയെങ്കിലും ബാലനെ സഹായിക്കാൻ പറ്റില്ലേ? ഒരു നിവൃത്തിയില്ലാത്തോണ്ടല്ലേ അവൻ നിന്നോട് വാവിട്ട് ചോദിച്ചത്. അമ്മയ്ക്ക് ഇത് എന്തറിഞ്ഞിട്ട് ഈ സംസാരിക്കണേ? എന്റെ കയ്യിലെന്താ നോട്ടടിക്കുന്ന മെഷീനുണ്ടോ? ഇനിയിപ്പം മതിയുടെ വീട്ടുകാരെ കണ്ടിട്ട് അമ്മ പറയണമെങ്കിൽ അവരിപ്പോ എന്തുമാത്രം സഹായിച്ചമ്മേ, എന്തെല്ലാം വാങ്ങിത്തന്നു. നനഞ്ഞിടം തന്നെ കുഴിക്കാന്ന് വെച്ചാ ബാലേട്ടനോട് പറയേ, ഭാര്യ വീട്ടിൽ നിന്ന് എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാൻ. അല്ല, അതിനവിടെ എന്നാ വഴക്കിരുന്നിട്ട്. ഈ കാര്യത്തില് എന്നിന്ന് കൂടുതലൊന്നും അമ്മ പ്രതീക്ഷിക്കരുത്. എനിക്ക് എന്റെ ജീവിതത്തെക്കുറിച്ച് ചില ലക്ഷ്യങ്ങളുണ്ട്, അതാ.